നമുക്ക് കുറച്ച് റോസാക്കമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് അത് നടാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഉള്ള സിമെൻറ്റും കല്ലും ഒക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി. അപ്പോഴാണ് ഒരു കർമൂസൻ്റെ തൈ ഉണ്ട് കേട്ടോ, അതിനവിടെ നിർത്തി ബാക്കിയുള്ളതൊക്കെ ക്ലീനാക്കി. അപ്പോൾ ആ കമ്പൊക്കെ മുറിച്ചത് അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ ഫുള്ള് കട്ടിങ്സും എടുത്തിട്ടുണ്ട്. ഏതാ മുളക്കുകയെന്ന് അറിയില്ലല്ലോ, അപ്പം ഫുള്ളായിട്ട് എടുക്കുക. കമ്പിൻ്റെ ഇലയൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഇല എന്തായാലും നിൽക്കൂലല്ലോ, അത് പിടിക്കുകയാണെങ്കിൽ നല്ല പുതിയ ഇലകളും തൂമ്പുകളൊക്കെ വന്നോളും. ഇത് പൊക്കിയാലും കുഴപ്പമില്ല, പൊക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഇലകളൊക്കെ ഒഴിവാക്കി കമ്പ് മാത്രം നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കമ്പും അതാ ഇല പൊക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഴി കുത്തിയിട്ട് അതിൽ വെക്കാം. അപ്പോൾ ഞാൻ ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെ റോസാക്കമ്പ് നടുമ്പോൾ അലോവേരൻ്റെ ഇങ്ങനെ തണ്ട് മണ്ണിൽ ആകുന്ന ഭാഗം, മണ്ണിൽ വെക്കുന്ന ഭാഗം അലോവേരയിൽ ഒന്നിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിലൊക്കെ പറയുന്നത് വേഗം റൂട്ട് വരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കമ്പുകളും കുത്തിയിട്ട് ഇനി നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. ഇതിൽ ഏതൊക്കെ പിടിക്കുമെന്നറിയില്ല. ഇനി പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് കുത്തി കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നനച്ചും കൊടുക്കുന്നത് അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ